എല്ലാവർക്കും നമസ്കാരം. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ്, യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് തൊഴിൽ വാർത്തയിൽ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡിൻ്റെ അപേക്ഷകർ 2.32 ലക്ഷം അപേക്ഷകരായി എന്നാണ് പറയുന്നത്. സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് നിയമനത്തിനുള്ള PSCയുടെ ആദ്യ വിജ്ഞാപനത്തിന് 4,32,651 അപേക്ഷകൾ ലഭിച്ചു എന്ന് പറയുന്നു. ഇവർക്കുള്ള പ്രാഥമിക പരീക്ഷ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തും. പ്രാഥമിക പരീക്ഷയുടെ നിശ്ചിത മാർക്ക് നേടുന്നവർ മുഖ്യ പരീക്ഷ ഒക്ടോബറിൽ നടത്തും. 2024 ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനാവുമെന്നാണ് പറയുന്നത്. ഇതിൽ 13 സർവകലാശാലകളിലെ ഒഴിവിനേക്കാണ് ഈ PSC വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നത്. കേരള, MG, കുസാറ്റ്, കാലിക്കറ്റ്, കാർഷിക, കാലടി, സംസ്കൃത, നുവാൽസ്, ആരോഗ്യം, മൃഗസംരക്ഷണം, ഫിഷറീസ്, തിരൂർ, മലയാളം, സാങ്കേതികം, കണ്ണൂർ എന്നീ സർവകലാശാലകളിലെ ഒഴിവുകൾക്കാണ് ഈ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. 1000-ലേറെ ഒഴിവുണ്ടാവുമെന്നും പറയുന്നു. 1000-ലേറെ ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. ബിരുദധാരികളല്ലാത്ത 7ാം ക്ലാസ് ജയിച്ചവരാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് അപേക്ഷിച്ചത്. പ്രാഥമിക പരീക്ഷയുടെ തീയതി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പാഠ്യപദ്ധതി പ്രസിദ്ധീകരിക്കും. പ്രാഥമിക പരീക്ഷ എഴുതുന്നതിന് അപേക്ഷകർ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകേണ്ടതാണ്. മാർച്ചിലോ ഏപ്രിലോ ഇതിനുള്ള അറിയിപ്പ് നൽകുമെന്ന് പറയുന്നു. അപ്പോൾ കൺഫർമേഷൻ മാർച്ചിലോ ഏപ്രിലോ വരും. ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തുന്നു. അതുപോലെ തന്നെ മെയിൻസ് ഒക്ടോബറിലും 2024 ആദ്യത്തോടു കൂടി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നും തൊഴിൽ വാർത്തയിൽ ഈ പുതിയ ലേറ്റസ്റ്റ് ലക്കം തൊഴിൽ വാർത്തയിൽ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 4.32 ലക്ഷം അപേക്ഷകരായി എന്ന് പറയുന്നു. 1000-ലധികം വേക്കൻസീസ് ഉണ്ടാവുമെന്നും തൊഴിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.